നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡാണ്. അതായത് ഇത് 100ാമത്തെ എപ്പിസോഡാണ് സെൻട്രൽ മാഗസിൻ്റെ, അതായത് ഒരു നാഴികക്കല്ല്. ഈ എപ്പിസോഡിൽ നമ്മൾ വളരെ അസാധാരണമായൊരു മനുഷ്യൻ്റെ അനുഭവമാണ് കേൾക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മിസ്റ്റർ എക്സ് എന്ന് വിളിക്കാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് രാസലഹരിക്കെതിരെ വലിയൊരു പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തോടൊപ്പം സെൻട്രൽ മാഗസിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് കാണാം ഒരാൾ നടന്നു വന്ന കനൽ വഴികൾ. കാഴ്ചകളും വിശേഷങ്ങളും മാത്രമല്ല സെൻട്രൽ മാഗസിൻ, അത് അനുഭവങ്ങളിലൂടെ ഒരു പരിച്ഛേദമാണ്. ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പൂർണ്ണമായും കാണാൻ കഴിയില്ല. കാരണം ഭൂതകാലം പൂർണ്ണമായും മാറ്റി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പോഴാരെങ്കിലും ഈ ചുഴിയിലുണ്ടെങ്കിൽ അവർക്ക് കയറി വരാനുള്ള ഒരു മാർഗത്തിനായാണ്. ഒപ്പം തന്നെ ആരും ആ ചുഴിയിലേക്ക് ചെന്ന് പെടാതിരിക്കാനും. എക്സ് എന്ന് താങ്കളെ വിളിക്കുകയാണ് ഞാൻ. ഒരു തുടക്കം എല്ലാ കാര്യത്തിനും ഉണ്ടാകും സ്വാഭാവികമായിട്ട്. ചിലപ്പം അറിഞ്ഞായിരിക്കും, അറിയാതെ ആയിരിക്കും, കൗതുകം കൊണ്ടായിരിക്കും. താങ്കളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഏത് കാലഘട്ടത്തിലായിരുന്നു? ഞാൻ ശരിക്കും ഒരു പ്രീ ഡിഗ്രി പഠിക്കുന്ന ടൈം, അതായത് ഒരു 93-92 കാലഘട്ടങ്ങൾ. ആ സമയത്താണ് ഞാൻ ശരിക്കും എൻ്റെ പുതിയൊരു സുഹൃത്ത് ലോകം ഉണ്ടാവുന്നത്. അതുവരെ എനിക്കെൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ. പ്രീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് പുതിയൊരു ലോകം, അല്ലെങ്കിൽ പുതിയ കുറേ കൂട്ടുകാർ. അവരായിട്ടൊരു 3 കൊല്ലത്തോളം നല്ല ആഘോഷം, എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് തോന്നുന്നു 2 കൊല്ലത്തെ പ്രീ ഡിഗ്രി ലൈഫിൽ 10 ക്ലാസ്സിൽ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 0 ഒരു ബാറിലോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക, എല്ലാം കൗതുകമായിരുന്നു. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുക. അവിടെ നിന്ന് പ്രീ ഡിഗ്രി ഈ 3 കൊല്ലം ഞാൻ പറയാൻ കാര്യം, 1 കൊല്ലം ഫെയിൽഡായി. അത് കഴിഞ്ഞ് ഏഷ്യൻ ഡിഗ്രിക്ക് ആയിരുന്നു. വീണ്ടും പുതിയൊരു ലോകം. അവിടെയും ചെല്ലും പുതിയ കുറേ കൂട്ടുകാർ. ആ കൂട്ടുകാരുടെ ഇടയിൽ 1-2 പേര് ചെറിയ രീതിയിൽ കഞ്ചാവ് വലിക്കുക അല്ല ഇഞ്ചക്ഷൻ ഉപയോഗിക്കാനായിട്ടുള്ള സ്റ്റാർട്ടിങ് ലെവലിലൊക്കെ വന്നവരുണ്ടായിരുന്നു. നമ്മളൊരു കൗതുകത്തോടെ കണ്ടു നിന്നു എന്നല്ലാണ്ട് ഇതിൻ്റെ ആഗ്രഹം ഉണ്ടായില്ല. പക്ഷെ നമ്മളെപ്പോഴും ഇവരുടെ കൂടെ തന്നെ ആയതുകൊണ്ട് ഇവരുടെ ചെറിയ മാനറിസവും സ്റ്റൈലൊക്കെ നമുക്കും ഇഷ്ടപ്പെട്ട് വെറുതെ ഒരു തോന്നൽ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്നുള്ളതല്ലേ. ആ ഒറ്റ ടേസ്റ്റ് എന്നുള്ളത് നമ്മുടെ ഒരു കാലഘട്ടത്തിനെ കൊന്നു കളഞ്ഞു എന്ന് പറയാം. ശരിക്കും എൻ്റെ ഒരു 6 കൊല്ലം എന്നെ മയക്കുമരുന്ന് പിടികൂടി കളഞ്ഞു. കാരണം ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരവസ്ഥയിൽ നമ്മളെ 94-2000 അതൊരു വല്ലാത്ത എൻ്റെ നല്ലൊരു സുവർണ കാലഘട്ടങ്ങൾ എൻ്റെ മരിച്ചു കിടക്കുന്ന സമയമായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പോൾ ഒരു സുഹൃത്ത് ബന്ധമാണ് എല്ലാ കാലഘട്ടങ്ങളും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു 1.5 കൊല്ലമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഉപയോഗിക്കുന്നത് ഒരു ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിഗരറ്റിൻ്റെ ഒരു പുക എടുക്കുക, എല്ലാം ലഹരിയാണ്. ഇതെല്ലാം ഞാൻ ഒരിക്കൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. പിന്നീട് മറ്റ് സിഗരറ്റിനും മദ്യത്തിനും വലിയ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയില്ല കാര്യങ്ങൾ. പക്ഷെ ഇതൊരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ അഡിക്റ്റായി എന്നുള്ളതല്ലേ. അപ്പോഴേക്കും നമ്മുടെ രൂപവും കോലവും എല്ലാം മാറി. നമ്മുടെ വീട്ടിൽ പ്രശ്നം അല്ലെങ്കിൽ അപ്പോഴേക്കും ഈ പറയണ 1.5 കൊല്ലം കുഴപ്പമില്ലാണ്ട് പോയി. കാരണം നമ്മൾ ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ റോട്ടിലൊക്കെ ചെറുതായിട്ട് സംസാരിച്ചു തുടങ്ങി. എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ കൂടെ ഉള്ളവരുടെ ഫാമിലി ആണെങ്കിലും ഒരു മിഡിൽ ക്ലാസ്സിൽ റെപ്യൂട്ടഡ് ഫാമിലിയാണ്. ഇവരൊന്നും അധികം പുറത്തേക്ക് ഇറങ്ങാത്തതന്നെ, എല്ലാവരും ജോലിക്കാരാണ്. അവരുടെയും അതുപോലെ തന്നെ. അപ്പം ഇവരും തമ്മിൽ അധികം കാണലൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളും അല്ല അവർ. ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ ചെയ്ത സമയത്തുണ്ടായ പല ഫാമിലിയിൽ നിന്ന് വന്ന പിള്ളേരാണല്ലോ. അപ്പം ഇവരൊക്കെ ഒന്നും വലിയ കണക്ഷൻ ഇല്ലാത്ത കാരണം അതെ ആരും ഒട്ടും മോശക്കാരില്ല എന്നുള്ളതല്ലേ. ഇനിയിപ്പോൾ എൻ്റെ സീനിയേഴ്സിനെ എടുത്ത് നോക്കിയാൽ ഞങ്ങൾ അവരുടെ നിന്നാണ് ഇത് കാണുന്നത് ആദ്യം. അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന് ഞാൻ ഇടയ്ക്ക് എപ്പോഴും ആലോചിക്കും, വേനൽക്കിനാവുകൾ എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രീ ഡിഗ്രി ടൈമിൽ. ആ സിനിമയിലൊരു സിറ്റിയിൽ നിന്നൊരു പയ്യൻ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ 4 പിള്ളേർ, അവസാനം ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തെന്നാണ് എനിക്ക് ആ സിനിമയിൽ. അതേപോലെ ഈ 4 പേരും തകർന്നു പോയ പോലെ തന്നെ ഞങ്ങളൊരു 40 പേരോ 400 പേരോളം ഈ ഒരു ബാച്ചായിരുന്നു. ബോണ്ട് അത് കാരണം പുതിയ സുഹൃത്തുക്കള് അടിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആവശ്യത്തിന് പോക്കറ്റ് മണി ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ 1.5 കൊല്ലമൊക്കെ എത്തിയപ്പോഴേക്കും വീട്ടിൽ സംശയങ്ങളൊക്കെ വന്നു തുടങ്ങി. അല്ലെങ്കിൽ പുറത്തുനിന്ന് നാട്ടുകാർ അല്ലെങ്കിൽ പോലീസൊക്കെ മഫ്തിയിലൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങി. അവരൊന്നും നമ്മളോട് പേഴ്സണലായിട്ട് പക്ഷേ
അവരുടെ ബോഡിയിൽ അപ്പം തിരിച്ച് കയറുമ്പോൾ ചോദിക്കുമ്പോൾ ഇല്ല അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടനായിരുന്നു. അപ്പം മൊത്തത്തിലൊരു പാളിച്ച വന്നു തുടങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് വലിയ ബോധമൊന്നുമില്ല, അലമ്പല്ല അല്ലെ പ്രശ്നം ഉണ്ടാക്കണല്ലോ എന്നുള്ളൂ. നമ്മുടെ ഫോക്കസ് പക്ഷെ നഷ്ടപ്പെട്ടു. പഠിക്കണം, നമുക്കൊരു ജീവിത ലക്ഷ്യം വേണമെന്നുള്ള ചിന്തകളൊക്കെ അപ്പോൾ ഉണ്ടായിരുന്നു. പഠിക്കാൻ പോയിട്ട് നമ്മൾ ഡൗൺ ആയേക്കുക. ഞാൻ കണ്ടേക്കണ ലൈഫില് ഒരിക്കലും ചെയ്യരുത് എന്ന് നമ്മൾ എവിടെ നിന്ന് തിരിച്ചറിവ് കിട്ടേണ്ട ഒരു സാധനമാണ് ഈ പറഞ്ഞ ഇതിൽ. നമുക്ക് ഫോക്കസ് എന്ന് പറയാനായിട്ട് ഒന്നും ഓർമ്മയില്ല. പിന്നീട് ഇതിനൊക്കെ നല്ല പിന്നെ പൈസയില്ല, അതായത് പണം ചിലവുള്ള പരിപാടിയാണല്ലോ പണം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. അതും അടുത്തൊരു ഇതായിരുന്നു. ആദ്യത്തെ ഈ കാലഘട്ടങ്ങളൊക്കെ സംഭവം നടന്നുപോയി. ഞാൻ പറഞ്ഞു 1.5 കൊല്ലത്തിന്റെ അഡിക്റ്റായി എന്ന് അറിഞ്ഞപ്പോഴേക്കും നമ്മൾ പേടിക്കാനും തുടങ്ങി. നമുക്ക് സോഴ്സ് കുറഞ്ഞു തുടങ്ങി പൈസയുടെ ഇല്ലേ. അല്ലെങ്കിൽ അന്ന് ഒരു 100 രൂപ കാണണ്ടേ, 100 രൂപയായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത്. പിന്നീട് ഇത് ഡിമാൻഡായി തുടങ്ങി, ആൾക്കാരുടെ എണ്ണം കൂടി, അപ്പോൾ കിട്ടാണ്ടായി. എന്ത് ചെയ്യും എന്നുള്ളൊരു നമുക്കും പിടുത്തം കിട്ടില്ല. അന്ന് ഇത് ബോംബെയിൽ നിന്ന് വന്നിരുന്നത്, അല്ലെ ഹൈദരാബാദിൽ നിന്ന്, അവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ വന്നുകൊണ്ടിരുന്ന സാധനം അത്. അപ്പം നോക്കി അവിടെ 10 രൂപ അതിൻ്റെ വില, ഇവിടെ അത് 100 രൂപയ്ക്ക് വിൽക്കണേ. അപ്പം നോക്കിയപ്പോൾ തന്നെ പരിപാടി കൊള്ളാം, ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ പരിപാടി നടക്കണില്ല. നേരെ ബോംബെക്ക് കയറും, അതും കള്ളവണ്ടിയെ കയറണം. ജയന്തിയൊക്കെ അന്ന് ഓടിത്തുടങ്ങണ ആ മറ്റേ ട്രെയിൻ ആയിട്ടില്ല. ആന്ധ്ര വഴി പോയി മറ്റേ കമ്പാർട്ട്മെന്റിൽ കയറി അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ടി വരുമ്പോൾ മാറും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയേക്കും. കയ്യിലൊരു 10-500 രൂപയൊക്കെ ഉണ്ടാവും. ഇവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ കളക്ട് ചെയ്യും പൈസ. അപ്പം മൊത്തത്തിൽ ഒരാഴ്ചയും വരുമ്പോന്ന് പറഞ്ഞാൽ ഒരു 100 എണ്ണമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. അത് 50 എണ്ണം നമുക്ക്, ബാക്കി 50 എണ്ണം അവിടെ വിൽക്കും. അപ്പം 100 രൂപ വെച്ച് 50 എണ്ണത്തിനായതുകൊണ്ടൊരു 5000 റുപ്പീസായി. അപ്പം എന്ന് പറഞ്ഞാൽ അതിൽ 2500 രൂപ ഏകദേശം ചിലവ് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും 2500. കൊള്ളാം ഈ പരിപാടി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കാരിയർ ആവണം, അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങണതിന്റെ അടുത്ത് എങ്ങനെ ഇതിന്റെ മുഴുവൻ തിരിച്ചു ചെല്ലുന്നത് ഈ മയക്കുമരുന്ന് ലോകത്തേക്ക്. അതെ, അവിടേക്ക് തന്നെ തിരിച്ചു പോണതില്ലേ. എൻ്റെ അക്കൗണ്ടിലോ ആരുടെ അക്കൗണ്ടിലോ ഒന്നുമില്ല, എൻ്റെ ബോഡിയിൽ ഈ ഇഞ്ചക്ഷൻ കയറിയിട്ടുണ്ട്. ആ കളക്ട് ചെയ്ത 5000 രൂപ അടുത്ത പ്രാവശ്യം 10000 പോവുകയാണെങ്കിൽ ഒരു യാത്ര കൂടി ഒഴിവാക്കാം. പേടി തോന്നുന്നില്ല, ചെയ്തേ പറ്റുള്ളൂ എന്നൊരവസ്ഥയിൽ. അതിൽ ചെറിയൊരു എക്സാമ്പിൾ എനിക്കപ്പോൾ ചോദിച്ചപ്പോൾ തോന്നിയെന്നാണ്, മേ ബി എൻ്റെ അമ്മ മരിച്ചു കിടക്കുകയാണെന്ന് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ അറിയണം, എനിക്കിന്ന് അടിക്കാൻ ഇഞ്ചക്ഷൻ ഇല്ല, ഒരവസ്ഥ. ഇത് തിരുവനന്തപുരത്ത് കിട്ടും, അല്ലെ കോട്ടയത്ത് കിട്ടും. ഇന്ന് ബസ്സും ഇല്ല, ലോറിയും ഇല്ല, സൈക്കിളും ഇല്ല. 3-4 മണിക്കൂർ കൊണ്ട് അവിടെ ചെന്നാൽ ഞാനിവിടെ നിന്ന് ഓടും വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ലേ. ചിലപ്പോൾ ആ പോക്കിൽ തളർന്ന് വീണ് മരിച്ചു പോകാം. പക്ഷെ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ നമ്മുടെ അമ്മയുടെ ബോഡി അല്ല നമ്മുടെ ഫസ്റ്റ് ഫോക്കസോ. ഇത് അവിടെ ചെന്നത് ഇല്ലെങ്കിൽ നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു ഷിവറിങ് കാണിച്ചിരിക്കും. കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല, നമുക്ക് തളർച്ചയാണ് ശരിയായിട്ടുള്ളൊരു ഫീലിംഗ്. ഞാൻ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങൾ, കാരണം ഈ പറഞ്ഞ ബ്രൗൺ ഷുഗറൊക്കെ ഒരു സ്പൂണിൽ മിനറൽ വാട്ടർ പോലും അല്ല, വെള്ളത്തിൽ കലക്കി പഞ്ഞിയിട്ട് സിറിഞ്ചിൽ വലിച്ചെടുത്ത് ആര് കണ്ടുപിടിച്ചാണോ, ഇതിൻ്റെ ടെക്നോളജി എന്താണെന്നോ. ഇതിൽ മരിച്ചുപോയവരുണ്ട് ഒരുപാട് പേര്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും എനിക്ക് തോന്നുന്നു അന്ന് കാലഘട്ടങ്ങളിലും മാൻ മിസ്സിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മറ്റേ ഇതില്ലാണ്ട് പറ്റാത്തൊരു ഗോവയ്ക്ക് നാട് വിട്ടവരുണ്ട്. അവരൊക്കെ എവിടെ പോയി എന്ന് പോലും അറിയാൻ പാടില്ല. മറ്റേ ഇഞ്ചക്ഷൻ അടിച്ച് മരിച്ചു പോയവരുണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ മുമ്പിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നുള്ളതല്ലേ. എന്നിട്ടും നമുക്കിതില്ലാണ്ട് പറ്റില്ല, അതുകൊണ്ട് പേടിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തി നമ്മൾ. ചില ടാബ്ലറ്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ അല്ലാത്ത ഇപ്പം കൊക്കൈനും ബ്രൗൺ ഷുഗർ പോലുള്ള സാധനം അതിന് വേറെ സോഴ്സ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടുണ്ടാവല്ലേ. ഈ ഞാൻ ശരിക്കും ഉപയോഗിച്ചിരുന്ന സാധനം എന്ന് പറയുന്ന സാധനമായിരുന്നു. അത് ക്യാൻസർ പേഷ്യൻസിന് പെയിൻ കില്ലറായിട്ട് ഉപയോഗിക്കുന്നതാണ്. ക്യാൻസർ കൺഫേം ചെയ്ത പേഷ്യൻസിന് ആ പെയിൻ്റെ പവർ കുറയ്ക്കാനായിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങോട്ടാണ്. ഇതാണ് ക്യാൻസറും ഇല്ല ഒന്നുമില്ലാത്ത നമ്മൾ കുത്തിക്കയറുന്നത്. ഇത് ആര് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും നമുക്കറിയില്ല. ഇത് എൻ്റെ കൂടെ ഉണ്ടായ ആ സ്റ്റാർട്ടിങ്ങിൽ ആൾക്കാർക്ക് ഉണ്ടായ നോളജ്, അതായത് 1-2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു MBBS പഠിക്കുന്നവർ. അപ്പം അവർക്ക് ഇതിനെപ്പറ്റി ഒരു നോളജ് ഉള്ള കാരണം ഇതിൽ അകത്ത് ബബിൾസ് പാടില്ല. പിന്നീട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പോലെ തന്നെ പുതിയ ആൾക്കാരും വന്നല്ല. ഈ ബബിൾ എന്താന്ന് പോലും അവർക്ക് അറിയില്ല. അവരിതിൽ വലിച്ചെടുക്കണു, നേരെ കുത്തി കയറ്റണു, കുറേ ഇറക്കെ കയറണ്ട് ഇതിൻ്റെ അകത്ത്. ഇത്
പേടിയൊന്നുമില്ല, അത് നമ്മുടെ ശരീരത്തിലോട്ട്, സ്വന്തം ശരീരത്തിലോട്ടാണെന്നുള്ള ചിന്തയൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ നമ്മൾ മറ്റേ അടിമയായി കഴിഞ്ഞ ഒരാൾക്ക് ആദ്യത്തെ ഞാൻ കുത്തുമ്പെന്ന് പറഞ്ഞാൽ കണ്ണടച്ചിരുന്നു, അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചാൽ തല ഇങ്ങോട്ട് ഒരാവശ്യമില്ല, വേണ്ടെന്ന് വെച്ചാൽ മതിയായിരുന്നു. അപ്പൊ ആദ്യത്തെ 2 കുത്തില് മറ്റേ പോലീസുകാരുടെ 2 പ്രാവശ്യം സ്റ്റേഷനിൽ കയറിയ പേടി പോയി എന്ന് പറയണ പോലത്തെ പരിപാടി ഉള്ളത്. കാരണം 2 കുത്തോട് കൂടി നമ്മുടെ പേടി പോയി. നമ്മളെ പോലീസ് നോക്കി തുടങ്ങി, അല്ലെങ്കിൽ നമ്മളെ പോലീസ് മനസ്സിലാക്കി തുടങ്ങി, നമ്മളൊരു അപകടത്തിലാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ ആ സമയത്ത് നമുക്ക് വിവരം കിട്ടിയിരുന്നു ഇത് നമ്മളൊരു സ്കാനറിന് കീഴിലാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്? അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാൻ പോണ സ്ഥലങ്ങൾ നമുക്ക് ഇവരുള്ള സ്ഥലങ്ങളിൽ വേണം നമുക്ക്, കാരണം ഇത് കിട്ടണമല്ലോ. അപ്പോൾ ഇതിൻ്റെ മറ്റേ കാരിയറോ അല്ലെങ്കിൽ പുഷപ്പ് വിൽക്കണ ആൾക്കാരുടെ പുറകെ എന്തായാലും പോലീസ്, നമ്മളെപ്പോഴേക്കും അതിലെത്തിയിട്ടില്ല. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്ത് ഇവരുണ്ട് പുറകെ, നമ്മുടെ നാർക്കോട്ടിക് സെല്ല്. അതിലാണ് ഞാൻ എപ്പോഴും ഈ തുഫാൻ പരിപാടികളൊക്കെ ഇപ്പം ഞാൻ ഭയങ്കര ഫോക്കസ്ഡ് ആണ് അദ്ദേഹത്തിൻ്റെ. ഇതെന്ത് പാർട്ടി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പക്ഷെ ഇതിനെ അവർ നേരിടുന്ന രീതി നമുക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ഇത്രയും സ്ട്രോങ് അല്ലെങ്കിലും അവർ നാർക്കോട്ടിക് സെല്ല് നമ്മുടെ പുറകെ ഉണ്ടായിരുന്നു. അത് ഞാൻ അതിൽ എന്നെ ഫോക്കസ് ചെയ്തല്ലെങ്കിലും ഞാൻ വാങ്ങുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്തവരുണ്ടായിരുന്നു. എങ്ങനെയാണ് പിടിയിലാവുന്നത്? പിടിയിലാവണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ ഇടയിൽ ഒരു 2 പ്രാവശ്യം എന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ വരെ അഡ്മിറ്റ് ചെയ്തു. കാരണം വീട്ടിലൊക്കെ അറിഞ്ഞ മറ്റേ ഞാൻ ഈ പറഞ്ഞ നാട്ടിൽ പാട്ടായി, അല്ലെങ്കിൽ രാത്രി എൻ്റെ വീട്ടിൽ നാട്ടുകാർ വന്നു, റോട്ടിൽ മാസ് പെറ്റീഷൻ എന്ന് പറഞ്ഞ പരിപാടി നടക്കണു. പപ്പേനെയൊക്കെ ആൾക്കാർ പിടിച്ചു നിർത്തുകയല്ല, ആളൊക്കെ അവിടുത്തെ ഒരു പവർഫുൾ പേഴ്സൺ ആയിരുന്നു. അതുകൊണ്ട് മറ്റേ ഇവനൊക്കെ ഇങ്ങനെ വിട്ടാൽ ശരിയാവോ, എന്നിട്ട് മറ്റേ വീട്ടിലൊക്കെ കയറി വന്ന് മറ്റേ രാത്രി 12 മണിക്ക് കള്ള കുടിച്ചിട്ട് അവരുടെയൊക്കെ ഒരു തോന്നിവാസം വീട്ടിലൊക്കെ ഇല്ലേ, മറ്റേ നമുക്ക് മറ്റേ തല പൊക്കി നടക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ. എന്നാൽ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ഇവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല, എൻ്റെ ബോഡിയിൽ ഞാൻ ഇത്തിരി ഇത് കുത്തിക്കയറ്റി എന്നല്ലാണ്ട് എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ കളിയാക്കിയെന്നോ, മറ്റേ ജെന്റിൽമാൻ എന്നൊരു പേരുണ്ടെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടൊന്നുമില്ല, അങ്ങനത്തെ കുറച്ച് ആൾക്കാരിൽ പെട്ട ആളാണ് ഞാൻ. പക്ഷേ ഈ ഒരു ദിവസം രാവിലെ പിടിക്കപ്പെട്ടതിലേക്ക് വരുമ്പോന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ പോലീസൊക്കെ മറ്റേ ഇടയ്ക്ക് വരും വീട്ടിൽ, അല്ലെങ്കിൽ 3-4 പ്രാവശ്യമായിട്ട് എടാ എന്നെ നോക്കിയിട്ടുണ്ടാ, കാരണം ഇടയ്ക്കൊന്ന് കാണുമ്പോൾ ചെക്ക് ചെയ്യും നമ്മളെയൊക്കെ. നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പുറത്തെ വഴി കൂടെ പോയി അതിലേ എടുത്ത് അപ്പുറത്തിരുന്ന് അടിച്ച് പോലീസ് പുറകിലും നമ്മൾ മുമ്പിലോട്ട് ഓടിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥയിലാണ് ലാസ്റ്റ് ഒരു 3 കൊല്ലത്തോളം 97 to 2000 നമ്മൾ മൂവ് ചെയ്യണത് തന്നെ. 2000 ഞാൻ എന്നെ പിടിക്കണത്. നേരെ നോർത്ത് സ്റ്റേഷനിലേക്ക് വിടുന്നു. അവിടെ ഒരു ദിവസം അവിടെ ഇരിക്കണു. രാത്രി 1 മണിയോളം ആയപ്പോൾ പാലാരിവട്ടത്തുള്ള മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് റിമാൻഡ് ചെയ്യണം. അവിടെ കൊണ്ടുപോയി റിമാൻഡ്. അപ്പോഴേക്കും നമ്മൾ നേരത്തെ വെച്ച പേടിയൊക്കെ വന്നാണ്. അതെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ വിചാരിച്ചു 4 കൊല്ലമായിട്ട് അല്ലെ 5 കൊല്ലമായിട്ട് ഇത് അടിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്നുള്ളത്. അന്ന് അടിച്ചുമില്ല, ഒന്നുമില്ല, മറ്റേ കൈയും കാലും വിറച്ചുമില്ല. വേറൊരു അടുത്ത ലോകം, ഞാൻ പറഞ്ഞ ലോകം കാണുമായിരുന്നു ഞാൻ. പുതിയൊരു ജയില്, അല്ലെങ്കിൽ രാത്രി 1:30 മണിക്ക് എറണാകുളം സബ് ജയിലിൽ റിമാൻഡ് ചെയ്യണു. അവിടെയും ചെറിയ സ്റ്റോറിയൊക്കെ ഉണ്ടെങ്കിലും അത് മറ്റേ നമ്മൾ സിനിമയിലൊക്കെ ആയിട്ടുണ്ടല്ലോ നടയടി. അപ്പം എന്ന് പറഞ്ഞാൽ ചെന്നപ്പോൾ ഇതൊക്കെ ഉള്ള സാധനം തന്നെയാണ്, എന്നാൽ അതിരഹസ്യമാണ്. എനിക്ക് കിട്ടി 12 അടി ചൂരകളിൽ. എന്നാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവരെയും ചെയ്തിട്ടില്ല. അത് അവരുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അകത്തേക്ക് കയറണു. മറ്റേ എന്നോട് ഇന്ന് ഞാൻ മറക്കില്ല, ഇരിയട അവിടെ എന്നാ പറഞ്ഞു. അപ്പം ഞാൻ മറ്റേ ഓർത്ത് കസേരയിലിരിക്കാനാണ് പറഞ്ഞത്. സിനിമയിലൊക്കെ ഉണ്ടല്ലേ, ഞാൻ ആ കസേരക്ക് ചൈരിയുടെ അടുത്ത് വച്ചായിരുന്നു. താഴെ ഇരുന്നിട്ട് എന്നെ അയാൾ മറ്റേ ഭിത്തിയിൽ ചാരി ഇരുത്തി, എന്നിട്ട് ഈ കാലും ഇങ്ങോട്ട് നീട്ടി വെപ്പിച്ചു. എന്നിട്ട് ഒറ്റടി എനിക്ക് ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിന് ഈ വണ്ണമുണ്ട് ആ ചൂരലിനല്ലേ, അതാണ് അവിടുത്തെ ചൂരൽ. എന്നിട്ട് അതിൻ്റെ നീളം ഇയാളിങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇദ്ദേഹം എന്നാണ് വിളിക്കുക. കാരണം എന്നെ അനുഗ്രഹിച്ച ആൾക്കാരിൽ പെട്ടായിട്ടാണ് ഇവരെ കണ്ടേക്കണേ. കാരണം അതിൽ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വേറൊരു സ്റ്റെപ്പിലായിരുന്നേനെ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഇവരെ ഞാൻ ഫുൾ റെസ്പെക്റ്റോട് തന്നെ, ഇദ്ദേഹം നിന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ബാക്കിലേക്ക് ഇങ്ങനെ വടി പോയിട്ട് ഈ മുട്ടിൻ്റെ കണ്ണയുടെ അല്ല, അതിൻ്റെ മുകളിൽ, ആ മുട്ടിൻ്റെ മുകളിൽ അടിയിലുള്ള സ്ഥലമില്ലേ, അവിടെ പോയി ചൂരിൽ നിൽക്കുക. അപ്പം ഇയാൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ ചിലപ്പോൾ കാല് വലിക്കും എന്നുള്ളത്. കാരണം ഞാൻ പേടിച്ചിട്ട് വേറൊരു പോലീസിന് 2 മുട്ടും അങ്ങോട്ട് കയറി നിന്ന് ലോക്ക് ചെയ്ത് സിമ്പിളായിട്ട് പറഞ്ഞത്. ഒരു റണ്ണിട്ട് വന്നത് നമുക്ക് കാണാമായിരുന്നു. ആദ്യത്തെ അടിയിൽ തന്നെ എൻ്റെ കണ്ണിൽ ഇരുട്ടും
നീരെ കൂടി ഒന്നിച്ചു വന്നു. മറ്റേ ഒരു ഷോക്ക് അടിച്ചെനിക്ക്. അത് തന്നെ. പിന്നത്തെ ഞാൻ അറിഞ്ഞില്ല. 11 ഞാൻ ഇരുന്ന് എണ്ണി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 12 എന്ന് പറയാൻ കാര്യമില്ലേ. അത് കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് ചാടണ മറ്റേ ഇതൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പേപ്പർ ന്യൂസാണ്. മറ്റേ ഇന്നത്തെ പോലെ മീഡിയ ഇത്ര ആവാത്തത് കൊണ്ടും അല്ലെങ്കിൽ വീഡിയോ അടക്കം അല്ലെങ്കിൽ എൻ്റെയൊക്കെ ശരിക്ക് അങ്ങനെ വരണ്ടായിരുന്നു. ഒന്നും ഉണ്ടായില്ല. ചെറിയൊരു കോളത്തിൽ ഇന്നയാളുടെ മകൻ ഇത് ഫാമിലി ഇത് അപ്പോഴാണ് വീട്ടിലറിയണേ. ഭയങ്കര ഷോക്കിംഗ് ആയി പോകണല്ലേ. എനിക്ക് തോന്നുന്നു നമ്മളത് കാണാത്തത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ ഇതെന്താ ഉറപ്പാണല്ലോ. നടയടി കഴിഞ്ഞ ശേഷം പിന്നെ പിറ്റേ ദിവസത്തെ ജയിൽ ജീവിതം തൊട്ട് നമ്മൾ എങ്ങനെയാണ് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹമാണോ? എന്താണ് പിന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 2 ദിവസം എന്താണ് ഈ ലോകം എന്നുള്ളതല്ലേ. കാരണം വാഷ്റൂമിന് ഡോറില്ല. ഈ ഇത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പറയണം. കാരണം ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു മറ്റേ അതിൽ ആലോചിച്ചു എന്നുള്ളതാണ്. വാഷ്റൂമിന് ഡോറേ ഇല്ല. അതില് മൊത്തം 40-50 പേർക്കുള്ള കപ്പാസിറ്റി ഉള്ളൂ ഈ ഞാൻ പോയ ജയിലിന്. അതിൽ താമസിക്കുന്നത് 180 കൂടുതൽ ആൾക്കാരാണ്. അവരുടെ എല്ലാം പ്രഭാത കൃത്യങ്ങള്, പിന്നെ വെള്ളം വന്നാ വന്നു. അപ്പൊ ബാക്കി ഊഹിക്കാല്ല ക്ലോസറ്റിന്റെ അവസ്ഥ എന്തായിരിക്കും. നമുക്കൊന്നും ചിന്തിക്കാത്ത ലോകം. ഇൻഡിവിജ്വലായിട്ട് വാഷ്റൂമും ബെഡ്റൂമും ഉള്ള ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെന്ന് ചാടിയേക്കണ ഒരു അവസ്ഥയാണത്. പോവാണ്ട് തന്നെ ഇരുന്നു കൊറേനം. സെയിം ടൈം ഈ ജയിലിന്റെ അകത്ത് ഒരു വാഷ്റൂം ഉണ്ട്. അതിൽ പോവാനേ പാടില്ല. അതിലെങ്ങാനും പോയാൽ അവര് തന്നെ ഇടിക്കും. അതെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. അതിൽ പോവാൻ പാടില്ലാത്തൊരു വാഷ്റൂമാണ് അതിൻ്റെ അകത്തുള്ളതില്. പക്ഷെ ഇവരുടെയൊക്കെ ഓരോ കഥകൾ കേൾക്കുമ്പോന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യും കാലം ചെയ്തേക്കണ പണികളൊക്കെ ഇല്ലേ. പിടിക്കപ്പെട്ടത് കുറെ ഉണ്ട്, പിടിക്കാത്തതുണ്ട്, ഇനി ഓപ്പറേഷൻ നടത്താൻ പോണതുണ്ട്. ഇതിന്റെ ഇടയിൽ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത 24-25 വയസ്സായ ഞാനും വേണേ ഒരു വലിയ ക്രിമിനലായി മാറാം, തിരിച്ചു വരാം. അതെ, അതില് ശരിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇതിനിറങ്ങാൻ തുനിഞ്ഞ്. അതാണ് ആലോചിച്ചത്. പേടി തോന്നിയോ അല്ലെങ്കിൽ തോന്നിയത് ഞാൻ ആലോചിച്ചു. അവിടെ നിന്ന് ആലോചന തുടങ്ങി. ഇനി എന്ത് ചെയ്യാം, ഇനി എന്തെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും ഇല്ല. കയ്യിലാണെങ്കിൽ മറ്റേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുമില്ല. നമ്മളതൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. ഒന്ന് ചേർന്നു എന്നല്ലാണ്ട് അതിന്റെ വേറൊരു സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുമില്ല. അതീ കണ്ട ലോകം എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോറീസ് വിറച്ചു പോയി ഞാൻ ശരിക്കും. ഒന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ജയിലിന്റെ പുത്രനായിട്ട് മാറുക. അപ്പൊ നമ്മൾ കേസുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു 30 കേസ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങാം. കാരണം മറ്റേ കോടതിയിലേക്ക് കൊണ്ടുപോകുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു ശിക്ഷ കിട്ടിയാലും സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ് മറ്റേ കേസിന് വീണ്ടും പുറത്തിറങ്ങാം. അങ്ങനെ ജീവിക്കുന്ന അത് തന്നെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ അവര് മറ്റേ ഇതിന്റെ അകത്ത് നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്ന പോലെ ചില കൊട്ടേഷൻ ടീം ആണെങ്കിൽ അതിൻ്റെ അകത്ത് പണി നടത്തുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം വേറൊരു ലോകം തന്നെയാണെന്നുള്ളതില്ലേ. അന്നൊരു തീരുമാനം എടുത്ത് ജയിലിന്റെ പുത്രനാവാൻ പറ്റില്ല എന്നൊരു തീരുമാനം എടുത്ത് ബാക്കി ഇറങ്ങിയിട്ട് ആലോചിക്കാന്നുള്ളതില്ലേ. അനുഗ്രഹമാണോ ഭാഗ്യമാണോ സമയമാണോ 36-ാം ദിവസം എനിക്ക് ജാമ്യം കിട്ടി. അതുകൊണ്ട് അങ്ങനെയായിരുന്നു ഞാൻ ജാമ്യത്തിൽ ഇറങ്ങണത്. കേസ് 10 കൊല്ലം എടുത്തു. എൻ്റെ വക്കീൽ മിടുക്കനായിരുന്നോണ്ടാണോ, ജുഡീഷ്യറി എനിക്ക് തന്ന ആനുകൂല്യമാണോ, എൻ്റെ കേസ് വാദിച്ചത് തന്നെ വക്കീൽ അങ്ങനെയായിരുന്നു. ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ജുഡീഷ്യറിയിലുള്ള ഒരു ഇത്. സാധ്യത അവസരം കൊടുത്തു. പ്രായവും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും വെച്ച് നോക്കിയിട്ട് ഇല്ല. ഒപ്പം തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലും ഇല്ല ആർക്കും. അപ്പോൾ നമ്മള് പ്രായം തെറ്റിയൊരു പ്രായത്തില് 2 വഴി വന്നപ്പോൾ ഒരു വഴി സെലക്ട് ചെയ്തു. ആ വഴി ശരിയല്ലാന്ന് തോന്നിയത് കൊണ്ട് ഒരവസരം കൊടുത്തു. 10 കൊല്ലം എടുത്തു അതിന്. അതിനു മുമ്പ് കോടതി മറ്റേ അന്വേഷണം വെച്ചു സ്പെഷ്യൽ ടീമിനെ കൊണ്ട്. അതായത് ഇപ്പോഴത്തെ എൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അല്ല എൻ്റെ പ്രൊഫൈൽ എന്താണെന്നുള്ളതല്ലേ. ആ പ്രൊഫൈലിൽ ഞാൻ മറ്റേ ഇപ്പൊ പറയുന്ന ഇപ്പൊ ഞാൻ ഒരു GM ആണ് ഒരു സ്ഥാപനത്തിന്റെ. അതിന്റെ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഞാൻ. ഒരു കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്നു, ഇന്ന് ഉപയോഗിക്കാനില്ല. അപ്പോൾ മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചതുകൊണ്ട് അതെങ്ങനെ തെളിയിക്കാൻ പറ്റും എന്നുള്ളതല്ലേ, ഉപയോഗിക്കാനില്ല എന്നാണ്. എന്നെ 10 ദിവസം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ അണ്ടറിൽ ഒബ്സർവേഷൻ ആയിരുന്നു ഞാൻ. എന്നിട്ട് അദ്ദേഹമാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എൻ്റെ ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്തു. അത് കൂടാണ്ട് മറ്റേ കൗൺസിലിംഗ് സാധനങ്ങളൊക്കെ ആയിട്ട് റിസൾട്ട് കോടതിക്ക് പോയിട്ട്
കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് ഇതായിരുന്നു, മറ്റേ ഒരു കാലഘട്ടത്തിൽ പറ്റിയ തെറ്റിനെ കോടതി അംഗീകരിക്കണം, ഇനി ഇതിലേക്ക് പോകാൻ പാടില്ല എന്നൊരു വാർണിംഗും ഉണ്ടായിരുന്നു. എൻ്റെ അനുഗ്രഹം ഈ പറഞ്ഞ പോലെ അന്ന് പിടിച്ചെന്ന് ഞാൻ ഉപയോഗിക്കാൻ പറ്റിയില്ല, അതിൻ്റെ തലേ ദിവസം ഉപയോഗിച്ചത്. അന്ന് 2000 ആ ഡേറ്റ് ഞാൻ ക്ലിയർ ആയിട്ട് ഓർക്കണില്ല. അന്ന് നിർത്തിയ ആ ഇഞ്ചക്ഷനോ ഇതോ ഇപ്പോൾ 26-27 കൊല്ലമായിട്ട് എൻ്റെ ലൈഫിൽ പിന്നീട് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇനി ഒരു ടേസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു സംഭവം എനിക്ക് ചിന്തിക്കാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് 96-ൽ. അത് ഞാൻ ഫസ്റ്റ് റാങ്കിലാണ് പാസ് ഔട്ടായത്, പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ചേരുന്നതിന് മുമ്പ്. അതെടുത്തൊന്ന് പൊതിയെട്ടി നോക്കി. അതെൻ്റെ ഒരു പാഷനും ആയിരുന്നു. അത് പാഷൻ മാത്രമല്ലായിരുന്നു, അതിനൊരു ഡെഡിക്കേഷൻ വേണം ശരിക്കും, അല്ലെ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു അത് വേണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് പറ്റും എന്നുള്ളതില്ലേ. ആ സർട്ടിഫിക്കറ്റ് എന്നെ ചതിച്ചില്ല. അതും കൊണ്ട് പോയിട്ട് 8 കൊല്ലം ഒരുപാട് സ്ട്രെയിൻ എടുത്തു. കാരണം ഞാൻ വരുന്ന കരയേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതൊരു അനുഭവങ്ങൾ സത്യസന്ധമായി അങ്ങ് തുറന്ന് പുഴ പോലെ ഒഴുകുകയാണ്. തമസോമ ജ്യോതിർഗമയ, നമ്മൾ ആ പ്രകാശത്തിലേക്കുള്ള, ഇരുട്ടിൽ നിന്ന് ഉള്ള പ്രകാശത്തിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ വഴികളാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും ഇത് കാണുന്ന ഒരാളെങ്കിലും സ്വയം തിരിച്ചറിഞ്ഞ് ഇത്തരം വളരെ മാരകമായ ലഹരി, അതിൻ്റെ ജീവിതം, അതുമായി ബന്ധപ്പെട്ട കൈവഴികളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു തിരിച്ചറിവാകട്ടെ, ഇനിയും സമയമുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ വേണ്ടിയാണ് ഈ സംസാരം. അദ്ദേഹം തുറന്നു പറയാൻ ഒരല്പം റിസ്ക് എടുത്തത്. സാധാരണഗതിയിൽ ആരും ഇങ്ങനെ വന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിക്കാമല്ലോ, പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് ഭാവി തലമുറയ്ക്ക് അവരുടെ ഒരു ഭാവിയെ കൂടി മുന്നിൽ കണ്ടാണ് ആ ഒരു കാര്യത്തിന് അദ്ദേഹം ഇത് മുന്നിട്ടിറങ്ങിയത്. എന്തായാലും മിസ്റ്റർ എക്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും മാത്രമല്ല, തിരിച്ചുവരവിൻ്റെ അഭിനന്ദനങ്ങളൊപ്പം തന്നെ നല്ലൊരു ഭാവിയിലേക്കുള്ള ഇനിയും യാത്രകൾ തുടരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടി ഞാൻ വേണമെങ്കിൽ ഓർത്തുകൊണ്ട് പറയാം, ഇതിൽ നേട്ടം എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ത് നേടിയെന്ന് ചോദിച്ചാൽ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാവരും, ഇനി തുടങ്ങാനുള്ളവരും മനസ്സിലാക്കുക. ഇനി തുടങ്ങിയവർക്ക് പറ്റില്ല എന്ന്, ഇനി വേണ്ടെന്ന് വിചാരിച്ചാൽ മുന്നോട്ട് ഈ പറഞ്ഞ വലിയൊരു ഭാവി ഉണ്ടെന്നുള്ളതും ഓർത്തിരിക്കുന്നാൽ അടിപൊളിയായിരിക്കുള്ളൂ. ഒരാളെങ്കിലും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതൊന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. താങ്ക് യു സോ മച്ച്.